ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കോഴിക്കോട്ട് മോഷണ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഡോളർ അനിൽ എന്ന കുപ്രസിദ്ധ മോഷ്ടാവാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതി പിടിയിലായത്. 21 പവൻ സ്വർണ്ണമാണെന്ന് നഷ്ടമായിരുന്നത്. വീടിന്റെ മുകൾ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് മോഷ്ടിച്ചിരുന്നത്. ഷഹാദ് റഹ്മാൻ വിവരങ്ങളുമായുണ്ട്. ഷഹാദ്, ഇപ്പോൾ ആ മോഷണം വലിയ വാർത്തയായിരുന്നു. കാരണം സൈബർ വിദഗ്ധന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത്. അവർ പുറത്തെവിടെയോ മറ്റേതോ സ്ഥലത്തേക്ക് പോയ സമയത്താണ്, എനിക്ക് തോന്നുന്നത് ഗുരുവായൂരിലൊക്കെ പോയതാണെന്ന് തോന്നുന്നു, അന്ന് അങ്ങനെ പറഞ്ഞാണ് ഓർക്കുന്നത്. ആ ദിവസമാണ് ഈ മോഷണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രതി ഡോളർ അനിൽ, ആരാണ് ഇയാൾ? ഇയാൾ ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ്. ഒരുപാട് കളവ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. മാത്രമല്ല, മോഷണം മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇയാളെ തമിഴ്നാട്ടിലെ ഒരു ഒളിസങ്കേതത്തിൽ നിന്നുമാണ് പിടികൂടിയിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് ടൗൺ ക്രൈം സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രതി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇയാളിൽ നിന്ന്, അതായത് ഈ ഗോൾഡിന്റെ റിക്കവറി നടത്തേണ്ടതുണ്ട്. കാരണം ഈ സാധനങ്ങൾ, അതായത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ ഇയാൾ ഇവിടെയുള്ള ഒരു ജ്വല്ലറിയിൽ വിറ്റു എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഈ റിക്കവറി നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇയാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഈ പേരിന് പിന്നിൽ എന്താണ്? ഈ ഡോളർ അനിൽ എന്ന പേരിന് പിന്നിൽ എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? അതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഇയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു കേസിൽ മാത്രമല്ല, ഇയാളെ പിടികൂടുന്നതിലൂടെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാകും എന്ന വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഫോണൊന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് പോലീസിന് അത്ര എളുപ്പത്തിൽ ഇയാളെ ട്രേസ് ചെയ്യാൻ പറ്റുകയുമില്ല. മാത്രമല്ല, ഇയാൾ ഈ ഉപജീവനം എന്ന് പറഞ്ഞാൽ ഇയാൾ സ്ഥിരമായിട്ട് മോഷണം നടത്തി അങ്ങനെ ജീവിക്കുന്ന, ആർഭാട ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തമിഴ്നാട് ഇയാളുടെ ഒളിസങ്കേതം തേനിയിലാണ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ പേരിന്റെ പിന്നിലെ കഥ എന്താണെന്നും ഒപ്പം തന്നെ ഇയാളുടെ മറ്റ് രീതികൾ, ഈ മോഷണത്തിന്റെ മറ്റ് രീതികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വിനോദ് ഭട്ടതിരിപ്പാടും ഭാര്യയും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയി തിരിച്ചു വന്ന സമയത്ത്, അതായത് രാവിലെ 6 മണിക്കാണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ തിരിച്ചെത്തി വീട്ടിലേക്ക് കയറുന്ന ഘട്ടത്തിലാണ് വീടിന്റെ മുൻവശത്തെ ഡോർ തന്നെ പൊളിച്ചിരിക്കുന്നു. പിന്നീട് ഈ ഗോൾഡ് സൂക്ഷിച്ചിരുന്ന മുകളിലത്തെ മുറി, ആ മുകളിലത്തെ മുറിയിലെ അലമാര പൂർണ്ണമായും തകർത്ത് അതിൽ നിന്ന് ഈ സ്വർണ്ണാഭരണം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭട്ടതിരിപ്പാടിനും ഭാര്യയ്ക്കും ആശ്വസിക്കാം. തൊണ്ടി മുതൽ ഇനി കിട്ടേണ്ടതുണ്ട്. കള്ളനെ പിടികൂടിയിരിക്കുന്നു. ഏതായാലും തമിഴ്നാട്ടിൽ നിന്നാണ് ഡോളർ അനിൽ എന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്.